ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ദിയയുടെ വീട്ടിൽ പോവാണ്. ദിയയുടെ അടുത്ത് വിദ്യയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗൊക്കെ വിചാരിച്ചു. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റപ്പോൾ 9:30 ആയിക്കുന്നു. അത് എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയില്ല, ആയിക്കണ് എന്ന്. അപ്പോൾ ഇപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, എഴുന്നേറ്റു, ചായ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അതിൻ്റെ ഇടയിൽ ഞാനും ശ്യാമും കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു ആ ചായ കുടിയിൽ. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തൽക്കാലം ഇപ്പോൾ ഓട്സും മുട്ടയാക്കി. ഇപ്പം ശ്യാമ് ചിക്കൻ മേടിക്കാൻ പോയേക്കാണ്. അപ്പോൾ ശ്യാമിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ലഞ്ച് അവിടെ നിന്നാണ്. അപ്പോൾ നീ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ ലഞ്ച് ചെയ്യുന്ന. അപ്പോൾ ശ്യാമ് ചിക്കൻ മേടിക്കാൻ പോയേക്കാണ്. പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്സ് റെഡിയാക്കി വെക്കാം. നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പുറത്ത് റോഡാണ്, ഇതൊരു റൂമാണ്. ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് നോക്കിയാൽ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്, അവിടെ റോഡാണ്. അപ്പോൾ നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. മുട്ട ഞാൻ ഉണ്ടാക്കി, രാവിലെ ചായ കുടിച്ചു. അപ്പോൾ ഓട്സ് ഉണ്ടാക്കാം. അമ്മ വന്നു, ചിക്കൻ കഴുകാണ്. ശ്യാമ് കഴുകി തരാന്ന് പറഞ്ഞു കേട്ടോ. പണിയൊക്കെ ചെയ്യും ശ്യാമ്, തോന്നണം. ഇവിടെ ഓട്സും ഇവിടെ മുട്ട പുഴുങ്ങി വെച്ചു കേട്ടോ. അത് ചായ കുടിക്കുമ്പോഴേ ആക്കി വെച്ചതാണ്. അതിപ്പോൾ അറിയിട്ടുണ്ടാവും. എനിക്ക് കുറേ ഭാഷ ഡിഫറെൻ്റ് ആയിട്ട് എവിടെ നിന്നൊക്കെയോ കയറി വരുന്നുണ്ട്. എറണാകുളം അല്ല, മലപ്പുറം അല്ല, എവിടെ നിന്നാണോ ആവോ. ശ്യാമ ഇവിടെ കുറെ ദിവസമായി ജിമ്മിൽ പോണെന്ന് പറയണേ. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ജിമ്മിലൊക്കെ പോയി അന്വേഷിച്ച്, പക്ഷെ പോയിട്ടില്ല ഇതുവരെ. ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങി പോകുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ ശ്യാമിന് ഓഗസ്റ്റ് ആയിട്ടില്ല. ഇന്ന് ഓഗസ്റ്റ് 2 വെറുതെ പറയാണ് പോകുന്നൊക്കെ. പിന്നെ ബെറ്റാട്ടോ, ഇന്ന് തുടങ്ങി പോയില്ലെങ്കിൽ ശ്യാമ എനിക്ക് 100 രൂപ തരും. പിന്നെ ശ്യാമിന് പഞ്ചസാര ഇടണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. നല്ല പഞ്ചസാര കഴിക്കുന്ന ഒരാളാണ് ശ്യാമ്. ഇന്ന് തുടങ്ങി പഞ്ചസാര വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. ദൈവത്തിനറിയാം. ഓട്സിൽ പഞ്ചസാര ഇടണ്ടെന്നാണ് എന്നോട് പറഞ്ഞേക്കണേ. നോക്കാം കഴിക്കണ്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ ഓട്സ് അങ്ങനെ ആയി. കഴിക്കണ്ടേ ഓട്സ്? മുട്ട അത്രേ ഉള്ളൂ. ഓട്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശ്യാം എന്നോട് പറയാണ് നമുക്ക് അതിനകത്ത് മിൽക്ക് മെയ്ഡ് വെച്ചാലോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, മധുരം കഴിക്കില്ല ശ്യാമ്. എനിക്കറിയില്ല ഇന്ന് കഴിക്കോ ഇല്ലയോ എന്നിട്ടോ. വെറുതെ പറയാണ് മധുരം കഴിക്കൂല, ഇനോട്ട് ഹെൽത്തി ഫുഡാണ്, വറുത്തതും പൊരിച്ചൊന്നും കഴിക്കില്ല എന്നൊക്കെ. നോക്കാം, പക്ഷെ കഴിക്കും ശ്യാമ്, എനിക്കല്ലേ അറിയുള്ളൂ. ഇപ്പം പറയണേന് മിൽക്ക് മെയ്ഡ് വെച്ചാലോ എന്ന്. എങ്ങനെ ഇരിക്കണം? ചെറുതായിട്ട് മാറി, ഒരു വെയിലല്ല, ഒരു ചൂട് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബാക്ക് വശം വീടിൻ്റെ. പിന്നാപ്പുറം ഓരോരുത്തടുത്തും ഓരോ വേർഡ്സ് അല്ലേ. ഞാൻ എന്താ പറഞ്ഞേ? സോറി, പിന്നാപ്പുറം അല്ല, പിന്നാമ്പുറം അല്ലേ? പിന്നാമ്പുറം, വടക്കോറം. അത് നിങ്ങളുടെ നാട്ടില്. ഇപ്പം ഈ ഇടയായിട്ട് എൻ്റെ ലാംഗ്വേജിന് എന്തൊക്കെയോ പ്രശ്നം വന്നേക്കണ്. എനിക്കറിയാൻ പാടില്ല എന്താ പ്രശ്നം എന്ന്. മൊത്തത്തിൽ കോഴിക്കോടും അല്ല, മലപ്പുറം അല്ല, എറണാകുളവും അല്ല പറയണേ. ചിലപ്പോൾ തൃശ്ശൂർ കയറി വരും. ഇവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ ഭാഷയൊക്കെയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കണത്. എനിക്ക് തന്നെ അറിയില്ല. അതിപ്പോൾ എനിക്ക് മനസ്സിലാവണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് എനിക്കത് കറക്റ്റ് അത് മനസ്സിലാവണത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിനകത്ത് 2 കഷ്ണം മുട്ട ശ്യാമ് കൊണ്ടുപോകും. ക്യാരറ്റ് ശ്യാം പറഞ്ഞു എനിക്ക് ക്യാരറ്റ് വേണമെന്ന്. അങ്ങനെ ക്യാരറ്റും കൂടെ അരിഞ്ഞതാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ വേവണ സമയം കൊണ്ട് ഞാൻ ഇപ്പം കുളിച്ചു വരും. വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അരി ഇട്ടിട്ടില്ല. നേരത്തെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെള്ളരിയായിരുന്നു. ഇപ്പം ഞങ്ങൾ മട്ടരിയാണ് യൂസ് ചെയ്യണം. മലപ്പുറത്ത് മട്ടരിയാ. അപ്പോൾ അവിടെ പോയി കഴിച്ച് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് പിടിക്കുമല്ലോ. പിന്നെ ഇവിടെ വന്ന് വെള്ളരി കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ശ്യാമ പറഞ്ഞ് നമുക്ക് മട്ടരി ആക്കിയാലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് മട്ടരിക്ക് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. വെള്ളരി വെച്ച് നോക്കുമ്പോൾ കഞ്ഞിയൊക്കെ മട്ടരിയാണല്ലോ നല്ലത്. അപ്പോൾ ശരി മക്കളെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം.
എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ നല്ല മഴ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ശ്യാമിനാണെങ്കിൽ 2 മണിക്ക് സിനിമയ്ക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ പോയാലാണ് ശ്യാമിന് സിനിമയ്ക്ക് പോകാൻ പറ്റുള്ളൂ, എന്നെ കൊണ്ടാക്കിയിട്ട്. പക്ഷേ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം വിദ്യ വിളിച്ചിട്ടുണ്ടായി. വിദ്യ അവിടെ എത്തി. താൻ വരണില്ലേന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. സമയം 1:15 ആയിട്ടുണ്ട് കേട്ടോ. ശ്യാമിന് 2 മണിക്കാണോ ശ്യാമ 2:30ക്കാണോ സിനിമ? അപ്പൊ ഇനി പോലെ നടക്കൂലല്ലോ. എന്നെ കൊണ്ടാക്കിയിട്ട് റെഡിയായോ? 1:45 ശ്യാമിന് സിനിമ. അപ്പൊ എന്നെ കൊണ്ടാക്കി അതുവഴി തന്നെ പോവായിരിക്കും. അപ്പോൾ പോട്ടെ, മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. റെയിൻകോട്ട് ഇട്ട് പോട്ടെ, അല്ലെങ്കിൽ ശ്യാമ പോസ്റ്റ് ആവും. മഴ പൊടിയൊന്നും കേട്ടോ, ചെറുതായിട്ട് അമ്മനെ ആക്കി പോവാണ്. വീട്ടിലേക്കോ അതോ സിനിമയ്ക്കോ? എൽദോസ് ബൈ. ഹായ് ഹായ്. എന്താ വിദ്യ ഇങ്ങനെ ഒരു ഹായ്? വിദ്യ കുളിച്ച് സുന്ദരിയായി ഗായ്സ്. ഇവിടെ വിദ്യ നടക്കുമ്പോഴത്തേക്ക് നമ്മള് ഭയങ്കര എപ്പ എത്തി? നീ എവിടെയാണോ പോയെ? വണ്ടി പണി തന്നു. അതൊന്ന് കാണിക്കാം. അത് നമുക്ക് ഭയങ്കര ഉപകാരം. എനിക്ക് ഉപകാരം, തനിക്ക് ഉപകാരം. താൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഒന്ന് നോക്കണേ. വീട്ടിലില്ല. എന്താ താൻ കണ്ടുപിടിക്കണേ? ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ഈ ലൈറ്റ് ഇട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ എണ്ണ ഇട്ടോ തലയിൽ? നല്ല എണ്ണയാണോ? സോ ഓ, ഏത് പാരച്ചൂട്ട്? ആ ഒരു മുടിയുള്ള പെണ്ണിന്റെ പരസ്യമുള്ളതാണോ? അത് നല്ലതാ. പക്ഷെ അതിന്റെ മണം എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ മണം എനിക്ക് ഇഷ്ടമില്ല. തന്റെ കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കുന്നുണ്ടല്ലോ, എന്റെ ഭയങ്കര സ്പ്രിങ് ആയിട്ട് കേറിപ്പോകും. തന്റെ ടെക്സ്ചർ മാറി. പണ്ട് ചുരുണ്ട മുടിയല്ലേ, പക്ഷെ രസമുണ്ട്. ഇവിടെ റെസിപ്പി പറയാ കേട്ടോ. പിന്നെന്താ? വഴുതനങ്ങ മെഴുക്കുവരട്ടി. ഇതെന്തുവാ? പുതപ്പ് അടക്കിയിടണം. രാവിലെ ഉറങ്ങി എണീറ്റാ പുതപ്പ് അടക്കിയിടണം എന്നാ പ്രമാണം. അവിടെ ശ്യാമിനാണ് ഈ ഡ്യൂട്ടി. ചെയ്തില്ല. ജലദോഷിന്റെ ബെഡാ. ബി റെസ്പോൺസിബിൾ. കഴിയാം. ഏത് സിനിമയ്ക്കാ പോയ ശ്യാം? ഇതൊക്കെയുണ്ടോ? കിങ്ഡം. തമിഴ. എന്നോട് പറഞ്ഞ ഒറ്റയ്ക്ക് പോവാണ്. തെലുങ്കോ. എന്നോട് പറഞ്ഞു നീ വരില്ലല്ലോ, ഞാൻ പൊക്കോളാം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ജിമ്മിന് നമ്മൾ ചോറുണ്ണിട്ട്. ഇതെന്താ ഇവിടെ ലൈറ്റ് കുറവ്? നമ്മൾ ചോറുണ്ണാൻ പോവാണ്. എന്തൊക്കെ കറി? ചക്കക്കുരു കൂട്ടാന്. പിന്നെ ചക്കക്കുരു കൂട്ടാന് എല്ലാം പച്ചക്കറികളാന്ന് പറഞ്ഞു ദിയ. എന്താന്നറിയില്ല, പോയി നോക്കാം. ചക്കക്കുരു ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട കറി. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ള അറിയില്ല. നീ വെച്ചിട്ടില്ലല്ലോ ചക്കക്കുരു വീട്ടിലെ. പക്ഷെ ചിക്കൻ അത് ശ്യാമിന് ഇഷ്ടം. എനിക്ക് പച്ചക്കറി. പക്ഷെ സാധാ ഇതിനെക്കാട്ടും റെഡ് കളർ ആണല്ലോ ഇവിടുത്തെ ചോറിന്. വല്ല ഇതിനുണ്ട് എനിക്ക് തോന്നണായിരിക്കും. നല്ല കുത്തരി ചോറ. ഞങ്ങളുടെ പാടത്ത് കൃഷി ചെയ്ത് നെല്ലുകുത്തി പുഴുങ്ങി അരി കൊണ്ടുവന്ന് വെച്ച ചോറ. എന്ത് സാധനം? അതെടുത്ത് അത് പിണ്ടി. അതായിട്ടുണ്ടോ? പിണ്ടി ഉപ്പിലിട്ടത്. നമുക്ക് വിളമ്പിയിട്ട് കാണാം. കുറെ ഐറ്റംസ് ഉണ്ടാവും ഇവിടെ എന്തായാലും. കഴിക്കാൻ പോവാണ്. കുറെ കറിയുണ്ട്. വിളമ്പിയിട്ട് കാണിച്ചു തരാം ഗൈസ് എന്തൊക്കെയാണെന്ന്. എല്ലാം വെജാന്ന് മാത്രമേ ഉള്ളൂ. ചെമ്മീനും മുരിങ്ങാക്കായയും ചക്കക്കുരുവും പയറ്, തൈര്, അച്ചാറ്, നെല്ലിക്കച്ചാറ്, ചക്കക്കുരുവും പടവലങ്ങയും. പിന്നെ ഇതെന്ത് കറിയാ? വഴുതനങ്ങ. ചക്കക്കുരുവും വഴുതനങ്ങ. ഇത് അത് വഴുതനങ്ങ റോസ്റ്റ്. മെഴുക്കുവരട്ടി എന്തൊക്കെയോ. പിന്നെ ഇത് മുളകച്ചാറ്. കൊണ്ട് കഴിഞ്ഞു.
അപ്പൊ വിദ്യക്കൊരു ആഗ്രഹം ഉപ്പിലിട്ട പിണ്ടി കഴിക്കാൻ. എന്താ വിദ്യ ഉപ്പിലിട്ട പിണ്ടിയൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹം. ഞാനും കഴിച്ചോക്കട്ടെ, താൻ തിന്നോണ്ടപ്പോ എനിക്കും തോന്നുന്നു കൈ കഴിച്ചോ. ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടാ. ഒരു രക്ഷയില്ല, ഉപ്പ് പിടിക്കുന്നേ ഉള്ളൂ. വിദ്യ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആ കാന്താരി മുളകിന്റെ എരിവ് നല്ല ഉണ്ട്, ഉപ്പ് കുറവാണ്, ഉപ്പ് കുറച്ചും കൂടെ വേണം. ഇനി ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ദീ എന്തൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനാ ഇവിടെ എന്നെക്കാടും കൂടുതൽ ഉണ്ടാക്കാൻ അറിയണത് ദീയയ്ക്ക്. ഞാൻ ഒന്നും ഉണ്ടാക്കൂല, ദീയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് തരും. പാത്രം കഴുകാണ് ഗൈസ്, ഫസ്റ്റ് ടൈം അല്ലേ ദീയ പാത്രം കഴുകണേ? എന്താടോ മുട്ടയുടെ തൊണ്ടവിടെ വെച്ചേക്കണേ? അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ. ചെടിക്ക് വളം ഇടാനായിട്ട് ഈ സാധനം പൊടിക്കും. മിക്സിയിൽ ഇട്ടത് പൊടിച്ചു കഴിഞ്ഞിട്ട് ചെടിയിൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും, നല്ലതാ വളരാനായിട്ട്. ബിനോയങ്ങളുടെ ഐഡിയ ആണോ? അല്ലാണ്ട് താനൊന്നും ചെയ്യില്ല. ഞാനില്ല, താനം പറഞ്ഞിരിക്കയാണ്, റസ്റ്റിലാണ് അല്ലേ വിദ്യ? ഉറക്കം വന്നി എനിക്ക്. ഒന്ന് പിരികം ത്രെഡ് ചെയ്യാൻ പോവും. എനിക്കല്ല, പുരികം പുരികം പുരികം. ഞാൻ പിരികം പിരികം എന്താ എഴുതുമ്പോ പുരിക. ആ പൂവാണ് എഴുതാ, പറയുമ്പോ പിരിക പിരികം. ഞാൻ പിരികം എന്നേ പറയുള്ളൂ. പുരികം. ആ പുരികം അച്ചടി ഭാഷ. തൃശ്ശൂർ ആ തൃശ്ശൂരുകാർക്ക് പിന്നെ അച്ചടി ഭാഷ പറയാലോ. കോട്ടയത്താ ശരിക്കും. അച്ഛൻ കോട്ടയം, അമ്മ തൃശ്ശൂര്. വിദ്യ അപ്പൊ ഞാനോ? ജീവിക്കാൻ ഇത്ര അടിപൊളി ഒരു സ്ഥലം വേറെ ഇല്ല. ഓ ആ മലപ്പുറത്തുനിന്ന് ട്രെയിനിൽ വന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ കിട്ടണ സുഖം ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ തോന്നണം. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോ പറയും റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിലും നല്ല ഭംഗിയാ കാണാൻ, മൊത്തം രസമാന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങള് പിരികം ത്രെഡ് ചെയ്യാൻ പോവാണ്. എനിക്കല്ല, വിദ്യക്കും ദിയക്കും. എവിടെ? ഞാൻ ഈ 2 ആഴ്ച മുന്നേ ചെയ്തത്. കുറച്ച് നടന്നാണ് പോണത്, കുറച്ച് നടക്കാനുണ്ട്. നടന്നാണ് പോണത്. വിദ്യ വണ്ടി കൊണ്ടുവന്നില്ല, പിന്നെ ഒരു വണ്ടിയേ ഉള്ളൂ. അതുകൊണ്ട് 3 പേര് പോണത്. ഒരു വണ്ടിയില്ലേ? ബിനോയങ്ങളും കൊണ്ടുപോയി. അപ്പോ നമ്മൾ നടന്നാണ് പോകുന്നത്, കുറച്ച് നടക്കാനുണ്ട്. പതിയെ ആചാരമല്ലേ എനിക്കില്ല. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു. എന്താ വിദ്യ പറഞ്ഞേ? ഓ വലിയ അച്ചടി ഭാഷക്കാരി പുരുകം. ഇതെന്താ ദിയ ബാക്കില് 2 വെട്ടൊക്കെ? തള്ളച്ചിയോ? പറയുമ്പോ തനിക്ക് 25 എനിക്ക് 26 ആകുന്നു. തനിക്ക് എത്രയാടോ? 23. ശരിക്കും എത്രയാ? എന്നാ എനിക്ക് 26 ആവണേ ഉള്ളു ഒക്ടോബറില്. താനും ഞാനും. ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാ. ഇതാണ് നമ്മുടെ മഞ്ഞേലിപ്പാടം ജംഗ്ഷൻ. ആ കുറച്ചങ്ങോട്ട് പോയാ പോരെ? ആ ചേട്ടൻ തന്നെ കാണുമ്പോ ഒരു ഹോണടി. ഏതോ ആന്റിയാന്ന് വിചാരിച്ചിട്ടാ. നമ്മളിവിടെയാണ് വന്നത്. ഈ പിരികം ത്രെഡ് ചെയ്യാനാണ് വന്നത്. പിന്നെ ഉള്ളിൽ കയറി കിടക്കാൻ കാണിച്ചു കൊടുക്കാറുണ്ടോ? ഇതിനകത്ത് അധികം ഇല്ലല്ലോ. ഈ പക്ഷെ ചെയ്യണം. ഇവിടെ ഈ സൈഡൊക്കെ വൃത്തിയോടായിട്ടിരിക്കുന്നു. വിദ്യയുടെ കാണിച്ച് എനിക്കിവിടെ വേറെ ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പൊ അതെന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിംഗിലാണ്. അമ്മയ്ക്കും ചെയ്യാനുണ്ട്. വെയിറ്റിംഗ് ടൈം ഉണ്ടെങ്കിൽ 20 മിനിറ്റ് ഈ സാധനം തേച്ചിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്
ഇവിടെ നമ്മള് സ്ഥിരം പിരികം ത്രെഡ് ചെയ്യാൻ വന്നതാട്ടോ. കട കാണിച്ചു ഞാൻ. നീലിപ്പാടം കള്ള് ഷാപ്പ്. ഷാപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ നമ്മൾ ഈ വന്ന കട. കടന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? കോളിഫ്ലവർ ബജി ഉണ്ടാക്കും. കോളിഫ്ലവർ ബജി ദിയ ഉണ്ടാക്കി തരും. ദിയ ഉണ്ടാക്കി തരും. മിന്തു പിന്നെ പണി തീരുത്തത്തില് ചുവന്നു. അത് കൊറേ നാള് കൂടി ചെയ്ത് അങ്ങനെയാ. വേദന ഉണ്ട് എനിക്ക് അത്യാവശ്യം. ഇത് ഞങ്ങളുടെ വഴിയുടെ പേര് കാണണോ? അമ്പാടി പറമ്പില്ലേ? ആ അത് പറയാ. ഒരാള് പണി തുടങ്ങിട്ടാ. എന്തുണ്ടാക്കാൻ പോവാ? കോളിഫ്ലവർ ബജി അല്ലേ? ഒറ്റയ്ക്ക് ചെയ്യൂലേ? ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യൂല. അവിടെ നിൽക്കണ രമ്പേനെ ഇങ്ങോട്ട് വിളിച്ചേ. ഞങ്ങള് വെറുതെ ഇരിക്കട്ടെ. എന്താ ചെയ്യണ്ടേ? പുഴു ഉണ്ടാവും അതിനകത്ത്. വേവിക്കണം, മഞ്ഞപ്പൊടി, ഉപ്പ്. ആരെമ്പോ ഫോൺ വിളിക്ക? രമ്പേ ദിയ വിളിക്കണ. ദിയ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് പണിയിപ്പിക്കണം. തന്നെ എത്ര നേരം വിളിച്ച? താൻ വീഡിയോ കോൾ ചെയ്യുമ്പോ ഇയാള് പറഞ്ഞ ആരെമ്പേനൊന്നും വിളിക്കാം. താൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? പറഞ്ഞത് മനസ്സിലായില്ല? താൻ വീഡിയോ കോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേണ്ടല്ലോ. ആ കത്തി വെച്ച് കുത്തിക്കൊല്ലല്ലേ അയാളെ? ചക്ക പോലെ കുഞ്ഞുതുമ്പി കുഞ്ഞുതുമ്പി കുഞ്ഞു പൂവിനുള്ള എന്താ പാട്ട് പാടിയത്? രസല്ലേ? പറ്റില്ല. എനിക്കും അതെ. മമ്മ പറയാറുണ്ട് ഒരേ അളവിൽ അരിഞ്ഞാലേ സാധനത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പൊ എന്റെ സവാള അരിയലൊക്കെ കണ്ടാലോ? അതല്ലേ ടേസ്റ്റ് ഇല്ല. പോട്ടെ, കരഞ്ഞു. അവിടെ മാറി കരഞ്ഞു കേട്ടോ. എടോ നിന്റെ സവാള കഴിഞ്ഞല്ലോ. കഴിഞ്ഞു കണ്ട ഞങ്ങള് ഞങ്ങള് വന്നോണ്ട് പെട്ടെന്ന്. ഈ പൊടിയൊക്കെ ഞാൻ വറുത്ത് സിസിക്ക് തന്നെ തരുവേ. അത് തിന്നാ നല്ല ടേസ്റ്റാ. പിന്നെ തിന്നാ മതി. വെള്ളം എടുത്തു, അതിനകത്ത് ഉപ്പിട്ട് അല്ലേ? ഉപ്പിട്ടു, മഞ്ഞപ്പൊടി തിളക്കട്ടെ. ഓക്കേ, ഇതിനകത്തേക്ക് ഇട്ട് കഴുകും അല്ലേ? ഇട്ട് തിളച്ച് കഴിയുമ്പോ ഇതിലേത്തിട്ടിടും. ദീപാൻഡി വന്നു. പുഴുണ്ടോ? പക്ഷെ അരിഞ്ഞപ്പോ ഒന്നും പുഴുവിനെ കണ്ടില്ലല്ലോ. നല്ലായിരുന്നു. അതിലുപ്പും മഞ്ഞപ്പൊടി. തിളച്ച വെള്ളത്തിലേക്ക് അത് പോയാ വെള്ളത്തിലേക്ക് ഇട്ടു കേട്ടോ. പക്ഷെ ഞങ്ങൾ അരിഞ്ഞപ്പോ പുഴുവിനെ ഒന്നും കണ്ടില്ലായിരുന്നു. പക്ഷെ ചെല്ലത്തില് ഈ ഉത്സവ പറമ്പിലൊക്കെ മേടിക്കുന്നുണ്ടാവും. അതേ പിന്നെ ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. അതേ പിന്നെ ഞാൻ ചത്ത പുഴുവിനെ കാണുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാ അല്ലേ? ഇനി ഇതെന്താ തിളക്കണോ? ഇത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് പൊടിയും കൂടി ഇട്ടു. 1 ടീസ്പൂൺ മതിയോ? ഓക്കെ, മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇന്ന് കടലമാവ് എടുക്കണം. കോൺഫ്ലവർ, കടലമാവ്, കോൺഫ്ലവർ. ഇവിടെ ഒരു അമ്മച്ചി ഇരിക്കണം. നോക്കിയേ, എന്തിനാ വന്നേ? തിന്നാനാ? ഹെൽപ്പ് ചെയ്യണമെന്ന്. സ്പൂൺ മുളക് പൊടിയും കൂടി. സ്പൂൺ അല്ല, നമ്മുടെ എരിവിന് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, വന്നു ഓഫ് ചെയ്തു. ഇതെന്താ കുരുമുളക് പൊടി അല്ലേ? കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ ഇടാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പ്. നല്ല ടേസ്റ്റ് കിട്ടും. ഇതെന്താ സോയാ സോസ് അല്ലേ? സോയാ സോസ് കുറച്ചധികം വേണോ? മിക്കവാറും ഈ തിളച്ചതിന്റെ കാലിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇവിടെ കുറെ നേരം ഡാൻസ് കളിക്കാം. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു. തീയ പുകയില്ലേ? തീയ കൈ കഴുകണം. നല്ല മണമുണ്ട്. ഉണ്ടോ? എനിക്ക് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ മണം. ദീപാൻഡിയുടെ പാരമ്പര്യം കേട്ടോ തീയൊക്കെ കിട്ടിയേക്കണേ. കുക്കിങ്
അധികം പൊങ്ങണ്ട, അധികം പൊങ്ങണ്ട. അരിപ്പൊടി കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ഇടണം. കോൺഫ്ലവർ ഇവിടെ തീർന്നു, അതുകൊണ്ടാണ് അരിപ്പൊടി മേടിക്കാത്തത് കൊണ്ട് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി അരിപ്പൊടി 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടു, ടേബിൾ സ്പൂൺ. കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉപ്പും കൂടി ഇട്ടോ. പിന്നെ അതേ വെള്ളം ഒഴിക്കുകയാണ്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മറ്റേ ബീറ്ററില്ല, ബീറ്ററിന്റെ ആവശ്യമില്ല, ചുമ്മാ മിക്സ് ചെയ്താൽ മതി. വിദ്യ കുറച്ച് വെള്ളം എടുത്തു ഫ്രൈ ചെയ്യാൻ പോവാണ് ഷെഫ് പിള്ളതിയ. അയാൾ ശരിക്കും കേട്ടാ. വറക്കാൻ പോവാണ്. കുറ്റം പറയുവാണേ, കുറ്റം പറയുവാണേ. വേറൊരു പണിയില്ലല്ലോ അതെ, താനല്ലേ കുക്ക് ചെയ്യണേ. നമ്മളങ്ങനെ വറക്കാൻ തുടങ്ങിയിരിക്കുന്നു. കോളിഫ്ലവർ ബജി, കടയിലെ ബജി പോലെ ആവോ? അതിലും അതുപോലെ അത്ര ടേസ്റ്റ് രസമായിട്ടില്ല, എന്നാലും ഇനി എപ്പോഴേലും. നമ്മുടെ ബജി റെഡിയായി, കോളിഫ്ലവർ ബജി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കപ്പലിന്റെ കോരണച്ച ഇങ്ങനെ താമസേ ഉണ്ടായുള്ളൂ അല്ലേ. പിന്നെ ഞാനും വിദ്യയും കൂടെ ടെറസിന്റെ മേളിൽ പോവാ. വിദ്യക്ക് ഓറഞ്ച് കാണണം അത്ര. അന്നുണ്ടായ ഓറഞ്ച് ഇല്ലേ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇട്ടില്ലേ, ആ ഓറഞ്ച് കാണണം. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി പോവാട്ടോ. ദീ അവിടെ കോളിഫ്ലവർ ബജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്ത് കാണാനാ പോകുന്നത്? ഓറഞ്ച്. പഴുത്തിട്ടില്ല, അത് പഴുത്തത് ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഫുള്ള് പറിച്ചേ. പിന്നെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കുറെ പറിച്ചു. ഞാനും ദിയേം ഓറഞ്ച് ടീ ഉണ്ടാക്കി. മുല്ല നിർത്തിയേക്കണ കണ്ട, മുല്ല കണ്ട വിദ്യയുടെ ഒരെണ്ണേ ഉള്ളു. പിലയും കൂടി ഇടേണ്ടത് നല്ലതാണ് അല്ലേ, ഒരു ഫ്ലേവർ കിട്ടും. ബജി ഉണ്ടാക്കി കഴിഞ്ഞത് ഇപ്പോഴാണ്. കുറച്ച് ടൈം എടുത്തു, കുറെ ട്രിപ്പ് ഇടാനുണ്ടായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. റെഡിയായി, നമ്മൾ ചായ ഒക്കെ കുടിച്ചു. വിദ്യ വീട്ടിൽ പോവാണ്, ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിന് പോവാണ്. ഇന്ന് 6:30 to 8 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ദിയ വിദ്യനെ കൊണ്ടാക്കാൻ പോവാണ്. ഞാൻ ഇതുവഴി അങ്ങനെ പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സി യു.